ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യണത് കുറച്ച് നോ കോസ്റ്റ് DIY ഓർഗനൈസേഴ്സാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു പേപ്പർ ബാഗാണ്. അപ്പോൾ നമ്മൾ ഷോപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു പേപ്പർ ബാഗാണിത്. അപ്പോൾ നമുക്കിതിന് ഒരു 10 റുപ്പീസൊക്കെ കോസ്റ്റ് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള പേപ്പർ ബാഗ്സൊക്കെ എങ്ങനെ നല്ല രീതിയിൽ റീയൂസ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ ഞാൻ ഈ ഒരു ബാഗിൻ്റെ സ്ട്രാപ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഇതുപോലെ 2 ഫോൾഡിങ്ങും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഫോൾഡ് ചെയ്തിട്ടുള്ള ഈ ഒരു 2 മാർക്കിങ്ങിലൂടെ നമ്മൾ ഈ പേപ്പർ ബാഗിന് ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഫസ്റ്റ് ഫോൾഡിങ്ങിലൂടെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം ദെൻ സെക്കൻഡ് ഫോൾഡിങ്ങിലൂടെ ഒന്നും കൂടെ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കറക്റ്റ് മാർക്കിങ്ങിലൂടെ ഫോൾഡ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഈ ഇങ്ങനെ ഒരു ജെൻറ്റിൽ പ്രസ് കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു സ്ട്രാപ്പ് 2 സൈഡിലുമായിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കി വരുന്ന പേപ്പറൊക്കെ നമ്മൾ ഇതിൻ്റെ ബേസിലേക്കൊന്ന് ഒട്ടിച്ചും കൂടെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പേപ്പർ ബാഗിൻ്റെ ഒരു പാർട്ട് പോലും വേസ്റ്റ് ആവാതെ തന്നെ നമ്മളൊരു ഓർഗനൈസർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എങ്ങനെ ഫങ്ഷനിലാക്കാമെന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഞാനിവിടെ കുഞ്ഞു മക്കളുടെ ഫ്രോക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്രോക്കൊക്കെ നമ്മൾ ഷെൽഫിൽ ഓർഗനൈസ് ചെയ്യുമ്പോൾ ഇതിന് പ്ലീറ്റ്സൊക്കെ ഉള്ളത് കാരണം ഒരുപാട് സ്ഥലം അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും സ്പേസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഓർഗനൈസർ വഴി പറ്റുന്നതാണ്. അപ്പോൾ ഞാനിതിലേക്ക് ഒരുപാട് ഫ്രോക്സ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. നമുക്കിത് ആക്സസ് ചെയ്യാനും റീപ്ലേസ് ചെയ്യാനും എളുപ്പമുള്ള രീതിയിൽ തന്നെയാണ് ഞാനിവിടെ ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോ കോസ്റ്റ് വഴി ചെയ്തിട്ടുള്ള ഈ ഒരു DIY യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് സ്പേസ് സേവ് ചെയ്യാനും നമ്മുടെ ഷെൽഫൊക്കെ എപ്പോഴും നീറ്റായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി നമ്മൾ ഈ ഒരു പേപ്പർ ബാഗ് വെച്ചിട്ട് അതുപോലെ ഒരു ഓർഗനൈസറും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി സെക്കൻഡ് ഓർഗനൈസർ ഞാൻ യൂസ് ചെയ്യുന്നത് ടീഷർട്ടും ഷോർട്ട്സൊക്കെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്നൊക്കെ പുറത്ത് പോകുമ്പോൾ കുട്ടികൾക്ക് കാഷ്വലായിട്ട് ഇട്ട് കൊടുക്കുന്ന ഡ്രസ്സാണ് ഇതിൽ ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് ഗ്രാബ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. ഈ ഒരു സെറ്റ് മാത്രം നമുക്ക് എടുത്താൽ മതിയാകും. അപ്പോൾ അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ടൈമൊക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും ടീഷർട്ട്സാണ് നമ്മളിതിൽ ഓർഗനൈസ് ചെയ്യുന്നത്. ഇനി കുറച്ച് ഷോർട്ട്സും കൂടെ ഈ സെയിം ബോക്സിൽ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് ഓർഗനൈസർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഈ ഒരു നീളത്തിലുള്ള കാർഡ്ബോർഡ് ബോക്സാണ്. അപ്പോൾ ഈ ഒരു DIY ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഷോപ്പിംഗ് ബാഗും കൂടെ റീയൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് നമുക്കൊരു ഓർഗനൈസർ ചെയ്തെടുക്കാം. ഞാനിവിടെ ഈ ഒരു ക്ലോത്തിൻ്റെ ഷോപ്പിംഗ് ബാഗ് വെച്ചിട്ടാണ് നമ്മുടെ കാർഡ്ബോർഡ് ബോക്സ് ഒന്ന് കവർ ചെയ്തെടുക്കുന്നത്. നമുക്കിതിന് പകരം പേപ്പേഴ്സും പ്ലാസ്റ്റിക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു ബാഗ് വെച്ചിട്ട് ഞാനിതൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ ഈ ഒരു ഓർഗനൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഓർഗനൈസറിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു ബോക്സാണ്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് കുറച്ച് കൂടുതലായ കാരണം ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് 2 ഓർഗനൈസറായിട്ട് ഡിവൈഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ഈ ഒരു സിംഗിൾ ഓർഗനൈസറാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. എനിക്കിനി ഒരു ഓർഗനൈസറും കൂടിയിട്ടാണ് ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിതിൻ്റെ ബോട്ടം പാർട്ട് മാത്രമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ബോക്സിൻ്റെ ടോപ്പ് പാർട്ട് ഞാനൊന്ന് സെല്ലോ ടാപ്പ് വെച്ച് സെക്യൂർ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് വേറൊരു ഓർഗനൈസറായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ബോക്സ് നല്ലൊരു പ്രിൻറ്റഡ് പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ എല്ലാ ബോക്സും എല്ലാ ഓർഗനൈസേഴ്സും സെയിം ടൈപ്പിലുള്ള പേപ്പേഴ്സൊക്കെ വെച്ചിട്ട് നല്ല നീറ്റായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ കാണാനും കൂടെ നല്ല യൂണിഫോമിറ്റി ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ ഒരു നോ കോസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് പല രീതിയിലുള്ള മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ അവൈലബിളുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ നെക്സ്റ്റ് 2 ഓർഗനൈസറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു ഓർഗനൈസർ ക്ലോത്ത് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കാദ്യം കിഡ്സ് ക്ലോത്തൊക്കെ എങ്ങനെ ഓർഗനൈസ് ചെയ്യാമെന്നും കൂടെ കാണാം. ആദ്യം തന്നെ ക്ലോത്ത്സൊക്കെ ഒന്ന് ഡീക്ലട്ടർ ചെയ്ത് കാറ്റഗറൈസ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ ടോൾഡർ ഗേൾ ക്ലോസറ്റ് ഓർഗനൈസേഷനാണ് ചെയ്യണത്. അപ്പോൾ അവരെ ക്ലോത്ത്സിൽ വരുന്ന ഫ്രോക്സ്, ടീഷർട്ട്സ്, ഷോർട്ട്സ്, നൈറ്റ് വെയർ, പിന്നെ കാഷ്വൽ വെയർ ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ ഓരോന്നും കാറ്റഗറൈസ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളത് ഫോൾഡ് ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. നമ്മളിവിടെ എല്ലാ ക്ലോത്ത്സും കാറ്റഗറൈസ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബോക്സിലേക്ക് നമ്മൾ ഔട്ടിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ഡ്രസ്സാണ് ഓർഗനൈസ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള പേപ്പർ ബാഗിലേക്ക് നമ്മൾ കുറച്ച് ഫ്രോക്സും ടീഷർട്ട്സ്, ഷോർട്ട്സ് അതുപോലെയുള്ള ഐറ്റംസൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് സ്ലീപ്പ് വിയർ ആണ്. അത് ഞാനിവിടെ സെറ്റായിട്ടാണ് വെച്ചിട്ടുള്ളത്. പാൻസും ടീഷർട്ട്സും ആണ് നോർമലി നമ്മൾ സ്ലീപ്പ് വിയർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇതുപോലെ സെറ്റായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ നേരത്ത് എളുപ്പമായിരിക്കും. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം സെറ്റായി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് വേറൊരു ഓർഗനൈസറിലേക്ക് ഓർഗനൈസ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതുപോലെ വിഡ്ത്തൊക്കെ കുറഞ്ഞിട്ടുള്ള കാർഡ്ബോർഡ് ബോക്സും ഓർഗനൈസറായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ബോക്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല ലെങ്തി ആയതുകൊണ്ട് ഞാനിതൊന്ന് ഹാഫായിട്ട് കട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഓർഗനൈസറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ടോപ്പ് പാർട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 2 പീസിൻ്റെയും ടോപ്പ് പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളിതിൻ്റെ സൈഡ് വശമൊക്കെ ഒന്ന് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്.
അപ്പോൾ ഈ ഒരു ഓർഗനൈസറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നീറ്റായിട്ട് കവർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കവർ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ബോക്സിലേക്കും കൂടെ ക്ലോത്ത് ഓർഗനൈസേഷൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഓരോ ബോക്സും ഒന്ന് ലേബൽ ചെയ്തും കൂടെ എടുക്കാം. ഇനി ഞാനിവിടെ എക്സ്ട്രാ കിടന്നിട്ടുള്ള ഈ ഒരു നെയിം സ്ലിപ്പാണ് ലാബിൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അത് ഞാൻ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും കാറ്റഗറി വൈസ് എഴുതിയിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊക്കെ ഒന്ന് ഷെൽഫിലും കൂടെ അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ഇത്രയും ഓർഗനൈസേഴ്സ് അറേഞ്ച് വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിതാ ഈ ഒരു രീതിയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ ഓർഗനൈസേഴ്സും ഇവിടെ ഫിറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടൈമും സ്പേസൊക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു കൺവീനിയൻ്റ് ആയിട്ടുള്ള മെത്തേഡാണിത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഒരു മെത്തേഡും ഓർഗനൈസേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ക്ലോത്ത്സൊക്കെ പിക്ക് ചെയ്യാനും അത് റീപ്ലേസ് ചെയ്യാനും സിമ്പിളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഷെൽഫൊക്കെ എപ്പോഴും ക്ലട്ടർ ഫ്രീ ആയിട്ട് നീറ്റായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് നമ്മുടെ നോർമൽ ഫോൾഡിംഗ് മെത്തേഡും ഈ ഒരു മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് ഇവിടെ കാണാവുന്നതാണ്. നമുക്ക് നോർമൽ ഫോൾഡിംഗ് മെത്തേഡിൽ ബാക്കിൽ വെച്ചിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനും വെക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ വാർഡ്രോബ് എപ്പോഴും മെസ്സി ആവാനും ചാൻസ് ഉണ്ട്. ഇനി ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്